ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടിട്ടുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോരുത്തരും നോക്കിയാൽ മതി. വീട് വെച്ചവനും പെണ്ണ് കെട്ടിയവനും ബിസിനസ് തുടങ്ങിയവനും വണ്ടി എടുത്തവനും ചിന്തിക്കണം, ഉസ്താദ് പറയുന്ന 5 കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ചെയ്തിട്ടില്ല ഉസ്താദ് എന്ന് നിങ്ങൾക്ക് ഉറപ്പാ. അത് തന്നെയാണ് അള്ളാഹു നിങ്ങളെ കൈവിട്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, പെണ്ണുങ്ങളൊക്കെ കേട്ടോ, ഞാൻ പറയുന്നതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് ചോദിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ അമ്മ അഹദുകും ബിൽ അംർ ഫലിസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുതിയ കച്ചവടം തുടങ്ങാൻ പോകുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തത് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, 2 റക്അത്ത് നമസ്കരിക്കണേ സഹാബാ. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവന്, കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവന്, അതിനകത്ത് അല്ലാഹുവിന്റെ സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്നവന് നീ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്തെന്നറിയുമോ? ഈ 2 റക്അത്ത് നമസ്കരിക്കണേ, 2 റക്അത്ത് നമസ്കരിക്കണേ. എന്നിട്ട് പടച്ചവനോട് പറയണം, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഇത് നല്ലതാണോ മോശമാണോ, ഇതിലൂടെ എനിക്ക് നഷ്ടമാണോ ലാഭമാണോ എനിക്കറിയില്ല. നിനക്കറിയാമല്ലോ പടച്ചവന്, ഇത് നല്ലതാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ, ഇതുകൊണ്ട് നാശമാണെങ്കിൽ ഇത് നീ തട്ടി മാറ്റി തരണേ അല്ലാ എന്ന് നീ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കണം. പടച്ചവനെ, ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല അല്ലാഹ്, നല്ലതാണെങ്കിൽ പടച്ചവനെ ഞാൻ പോകുന്ന വഴികൾ മുഴുവനും നീ എനിക്ക് തുറന്നു തരണം, ഇത് ഖൈറല്ലെങ്കിൽ അല്ലാഹുവേ എനിക്ക് നീ തടസ്സങ്ങൾ തന്നിട്ട് തട്ടിമാറ്റണം എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വീട് വെച്ചപ്പോ, വീട് വെക്കാനുള്ള ആഗ്രഹം വന്നപ്പോ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഒരു മനുഷ്യൻ 2 പേരുണ്ട്, രക്ഷപ്പെട്ടു. പെണ്ണ് കെട്ടാൻ വേണ്ടി, പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് നിസ്കരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ നിസ്കരിച്ച് ദുആ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഇപ്പൊ മനസ്സിലായോ ചങ്ങലൻ തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്നതിന്റെ കാരണം? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് നീ വന്നു പരാതി, രക്ഷയില്ല രക്ഷയില്ല രക്ഷയില്ല. ആദ്യം നീ ചെയ്യേണ്ടത് ചെയ്യണ്ടേ മോനെ? നീ ചെയ്യേണ്ടത് ചെയ്യാതെ, എടാ അവനവൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വല്ല ഉപകാരമുണ്ടോ? ഓസിന് കിട്ടുവോ? മേലനങ്ങാതെ കഷ്ടപ്പെടാതെ എന്തെങ്കിലും കിട്ടുവോ? നീ ചെയ്യേണ്ടത് നീ ചെയ്യ്. അല്ല ഇപ്പം ചെയ്യണ എന്തെന്നറിയോ? പെട്ടു. എല്ലാത്തിലും പെട്ടിട്ട് അവസാനം കടന്നിട്ട് സക്കറാത്തിന്റെ വലിയ, ഇപ്പൊ വിളിക്കാൻ ആരെ കൊണ്ടും പറ്റും. സാക്ഷാൽ ഫിറഔൻ വിളിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാം ഫിറഔന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞടാ, ചങ്ങാതി അള്ളാനെ കൊണ്ട് വിശ്വസിക്കടാ, നന്നാകടാ, അന റബ്ബുക്കുമുൽ അഅല, ഞാനാ അള്ളാന്ന് പറഞ്ഞാ നടന്നേ, ഞാനാണ് ഈ നാടിന്റെ അധിപൻ എന്ന് പറഞ്ഞ് നടന്നവൻ. അവസാനം മുങ്ങിച്ചാക ചെങ്കടലില് മൂസാ നബിയുടെ പുറകെ പോയിട്ട് അവസാനം വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്ന സമയത്ത് അവൻ പറഞ്ഞു, ആ മുങ്ങിച്ചാവണ സമയത്ത് പറയണം, മൂസാ നീ പറഞ്ഞൊക്കെ ഞാൻ റെഡിയട്ടാ, നീ പറഞ്ഞ അല്ലാഹ് ശരിയാ, ഞാൻ വിശ്വസിക്കാം. അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല. എടാ ആദ്യം എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് നിനക്ക് രക്ഷ വേണോ, അള്ളാന്റെ സഹായം വേണോ, നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, നിനക്ക് ബറക്കത്ത് വേണോ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണോ, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും
2 റക്അത്ത് നിസ്കരിക്കണം, അള്ളാനെ ഏൽപ്പിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. 1 പറഞ്ഞപ്പോഴേ നിങ്ങൾ ക്ഷീണിച്ചു. ഇനി 4 ഞാൻ എങ്ങനെ പറയും? 1 പറഞ്ഞപ്പോ തന്നെ 5 പേരാ കൈപൊക്കിയത്. ഇനി ഓരോന്നിങ്ങനെ എണ്ണി ചോദിക്കുമ്പോ ടെൻഷൻ അടിപ്പിക്കാനല്ല, പഠിക്കണം. എന്തുകൊണ്ടാണ് ഈ നഷ്ടം? ഇനിയെങ്കിലും നീ അത് സൂക്ഷിക്കാൻ, ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് നിനക്ക് സൂക്ഷിക്കാനാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇനിയെങ്കിലും നീ ഒന്ന് തീരുമാനിക്കൂ. ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അവിടുന്ന് പറഞ്ഞു, ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. 2 റകഅത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനെ ഏൽപ്പിക്കൂ. അല്ലാഹുവിനോട് നിന്റെ കാര്യം പറ. നീ എങ്ങനെ ചെയ്താ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല. 2ാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന 2ാമത്തെ കാര്യം എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. 114 അധ്യായങ്ങൾ കാണാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളുണ്ടല്ലോ. ആ സൂറത്തിലെ ആ അധ്യായങ്ങളിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. കൂടിയാലോചന, മുസാവറ. എന്റെ പ്രിയപ്പെട്ടവരെ, 2ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, വഅംറുഹും ശൂറാ ബൈനഹും. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാ നീ ചെയ്യേണ്ട 2ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അറിവുള്ളവരോട് ചോദിക്കണേ, കുടുംബക്കാരോട്, കുടുംബത്തിലെ പ്രായമുള്ള കാരണവന്മാര്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഖുർആൻ പറയുകയാണ്, 2ാമത്തെ കാര്യം, മോനെ നീ അതിനെക്കുറിച്ച് അറിവുള്ളവരോട് നീ അതിനെക്കുറിച്ച് ചോദിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വീട് വെക്കുന്നതിന് മുമ്പ്, പുതിയ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കണം. നിന്റെ കുടുംബത്തിൽ ഒരുപാട് കാരണവന്മാരുണ്ടല്ലോ, ഒരുപാട് അറിയുന്നവരുണ്ടല്ലോ, അവരോട് നീ ചോദിക്കണമെന്ന് പറഞ്ഞത് ഖുർആനാ. ലോകത്ത് ആദ്യമായിട്ടത് പഠിപ്പിച്ചു തന്നതാരെന്നറിയുമോ? ഒരാളോട് ചോദിക്കണമെന്ന് കാണിച്ചു തന്നതാരാ? എന്തൊരു കാര്യവും ചെയ്യാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ളവരോട്, അല്ലെങ്കിൽ ആരോടെങ്കിലും അറിവുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, എന്റെ കുടുംബക്കാരോട് നീ അതിനെക്കുറിച്ച് പറയണേ, ചർച്ച ചെയ്യണേ. പറഞ്ഞു തന്നതാരെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന പടച്ച റബ്ബാ. അല്ലാഹു എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ, ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ, ആദമിനെയും ആദമിന്റെ സന്താന പരമ്പരകളെയും എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ അല്ലാഹു തീരുമാനിച്ചപ്പോ, അല്ലാഹു തന്റെ മലക്കുകളെ വിളിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടി. മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് ചോദിച്ചു, ഞാൻ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ, ഈ മലക്കുകളെ പടച്ചത് പോലും അല്ലാഹുവാ, ഈ മലക്കുകളെ സൃഷ്ടിച്ചത് പോലും അല്ലാഹുവാ. എന്നിട്ടും അല്ലാഹു മലക്കുകളോട് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തേ മലക്കുകൾ പറഞ്ഞത് വേണ്ട? എന്തേ മലക്കുകൾ പറഞ്ഞത് വേണ്ട? അല്ലാഹു പറഞ്ഞ എന്താ? ഇന്നി അഅലമു മാ ലാ തഅലമു. നിങ്ങൾക്ക് അറിയാത്ത പലതും എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ചോദിക്കൂ, പിന്നെ ഇനി അയാളോട് പോയി ചോദിച്ചിട്ട് വേണം. നമ്മൾ ഈഗോ
നമ്മൾ ചോദിക്കാറില്ല, നമ്മൾ ആരോടും ഒന്നും ചോദിക്കാറില്ല. എന്നാൽ അല്ലാഹ് ചോദിച്ചതായി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്തിന്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. മുത്തുനബി ഏകാധിപതിയായിരുന്നില്ല. ബദറിൽ പോകുന്നതിന് മുമ്പ് സഹാബത്തിനോട് ചോദിച്ചു, യുദ്ധം ചെയ്യണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ബദറിലാകട്ടെ, ഉഹദിലാകട്ടെ, ഹന്തക്കിലാകട്ടെ, സഹാബ എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സമയങ്ങളിലും സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു. ആ സ്വഹാബത്തുകൾ പറഞ്ഞതുപോലെ പരിഗണിച്ചു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാ. അപ്പൊ അള്ളാഹും ചോദിച്ചു, മുത്തുനബിയും ചോദിച്ചു. നമുക്ക് ചോദിക്കാൻ മടി. നീ വീട് വെക്കുന്നതിന് മുമ്പ് ആരോട് ചോദിച്ചു? നീ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ആരോട് ചോദിച്ചു? പെണ്ണ് കെട്ടുന്നതൊക്കെ സ്വന്തം തന്നെ. പണ്ടായിരുന്നു കല്യാണമൊക്കെ. പണ്ട് പെണ്ണുങ്ങളൊക്കെ സ്കൂള് വിട്ട് വീട്ടിൽ കയറി വന്നപ്പോ വാപ്പ പറഞ്ഞു, മോളെ ആമിന കല്യാണം ഉറപ്പിച്ചു, ഈ ഇരിക്കുന്നതാണ് പുതിയാപ്പള. ഒരു കരച്ചിലും കഴിഞ്ഞു, പെണ്ണും കെട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പോ 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്ന പെണ്ണ് വീട്ടിൽ കയറി വന്നിട്ട് പറയും, വാപ്പ ഒരുത്തനെ ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് കെട്ടിച്ചു തരണം. വാപ്പ ചോദിക്കുന്ന പേരെന്താ? മോളെ അവൻ മുസ്ലിം അല്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല, കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പോകും. 18 വയസ്സായി. കോടതി ചോദിക്കും ആരോട് കൂടെ പോണം? ഞാൻ പറയും അണ്ണന്റെ കൂടെ പോയാൽ മതിയെന്ന്. പോകും. ഇതന്നെ. മാതാപിതാക്കൾക്ക് ഇപ്പൊ ജോലിയൊന്നുമില്ല, മക്കള് തന്നെ എല്ലാം തെരഞ്ഞെടുത്തിരിക്കുക. എന്നിട്ടോ റോഡിന്റെ സൈഡിൽ നിന്ന് ചിരിക്കാനും ഫോൺ നമ്പർ തരാനും 100 പെണ്ണ് കാണും. അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ എന്താ വീടിനകത്ത് ഇരുന്നിട്ട്, അല്ലാ പെട്ടല്ലോ പടച്ചോനെ, ഇപ്പൊ പെട്ടല്ലോ അല്ല, നടുകടലിൽ കിടക്കണ പോലെ അനുഭവിക്കാം. ആര് പറഞ്ഞു? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഇന്ന് ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ പോകും. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് കാരണവന്മാരെ കൊണ്ടുപോകും. വീട്ടിൽ നിന്ന് കാര്യബോധമുള്ള, പണ്ടങ്ങനെ ഒരു വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ പോകുമ്പോ തന്നെ വീട്ടിൽ നിന്ന് കാരണവന്മാരെ കൊണ്ട്. ഞങ്ങളുടെ നാട്ടില് ഒരു സഹോദരി എടുത്തു പറഞ്ഞതാ, ഒരു ചെറുപ്പക്കാരൻ ബസ് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഒരു ചെറുപ്പക്കാരൻ ബസ്സിറങ്ങി വന്നിട്ട് പെണ്ണിന്റെ വാപ്പാനോട് ചോദിച്ചു, കാക്ക നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ? നീ ആരാടാ? നിനക്ക് കുടുംബക്കാരൊന്നുമില്ലേ? ഞാൻ ധൈര്യമുള്ളവനാതാ നേരിട്ട് വന്നേ. അദ്ദേഹം പറഞ്ഞു, കെട്ടിച്ചു കൊടുത്തില്ല. കാരണം പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു. കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന അന്തസ്സോടുകൂടി ചോദിക്കുമ്പോഴേ കെട്ടിച്ചു കൊടുക്കത്തുള്ളായിരുന്നു. ഇപ്പോഴങ്ങനല്ല. ഒരു ഉത്തനും 2 കൂട്ടുകാരും കൂടെ വരും, ചോദിക്കും, കെട്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഷാവറ ചെയ്യേ. ഏതൊരു കാര്യവും അറിയുന്നവരോട് ചോദിക്ക്, അല്ലെങ്കിൽ നിന്റെ വീട്ടിലെ കാരണവന്മാരോട് ഒന്ന് പറയെങ്കിലും ചെയ്യും. അതുകൊണ്ട് നിനക്ക് നഷ്ടമില്ലല്ലോ, ലാഭമല്ലേ ഉള്ളൂ. ചിലപ്പോ നീ ചോദിക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാകണമെന്നില്ല. അള്ളാഹു മലക്കുകളോട് ചോദിച്ചത് അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, എങ്കിലും എനിക്ക് നിങ്ങൾക്കും പഠിക്കാനല്ലേ. അള്ളാഹ്ക്ക് ചോദിക്കാമെങ്കിൽ പിന്നെ നിനക്ക് ചോദിച്ചാ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചോദിക്കാമെങ്കിൽ നിനക്ക് ചോദിച്ചാ എന്താ? നിനക്ക് വാശി, നിനക്ക് ഈഗോ, അപ്പൊ നീ അനുഭവിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നല്ല ഉള്ളത് പറയുമ്പോ അങ്ങോട്ട് സഹിക്കണില്ലെന്ന് തോന്നുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനിയെങ്കിലും ചോദിക്കണം കേട്ടാ. വിവരമുള്ളവരോട്, പള്ളിയിൽ ഉസ്താദന്മാരോടൊക്കെ ഒന്ന് പോയി ചോദിക്കണം. പണ്ടൊക്കെ അങ്ങനെ ഏതെങ്കിലും കാര്യം ചോദിക്കുമ്പോഴും പള്ളിയിൽ ഉസ്താദന്മാരോടും അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ വന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പൊ ആരോടും ചോദിക്കാറില്ല, സ്വന്തം എല്ലാം ചെയ്യും. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ നിൽക്കണാണെന്ന് എനിക്ക് സങ്കടം വരുന്നുണ്ടിരിക്കുമ്പോ കാരണം ബക്കറ്റ് എടുത്താൽ ഓടുന്നൊരു വിഭാഗമുണ്ട്. അള്ളാഹു കാക്കട്ടെ. ബക്കറ്റ് എടുക്കുമ്പോൾ എഴുന്നേറ്റ് ഓടുന്നൊരു വിഭാഗമുണ്ട്. ആ പാവങ്ങൾ ഇരിക്കട്ടെ, നമുക്കുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 അപ്പൊ 1 നിസ്കരിച്ചതുമില്ല, അള്ളാഹിനോട് പറഞ്ഞതുമില്ല. 2 വീട്ടിൽ നിന്നല്ല ഒരു മനുഷ്യനോട് നീ കച്ചവടം തുടങ്ങിയപ്പോഴോ എന്ത് ചെയ്തപ്പോഴും നീ പറഞ്ഞില്ല. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3ാമത്തെ കാര്യം, എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി നിനക്കുണ്ടാകണം. അള്ളാഹുടെ തൃപ്തി ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? 3ാമത്തെ കാര്യം, നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ സഹായവും നേരത്തെ ചോദിച്ചേക്കണം. അള്ളാഹ് സഹായിച്ചാലല്ലേ രക്ഷപ്പെടും. അള്ളാഹ് സഹായിച്ചാലല്ലേ രക്ഷപ്പെടും. അള്ളാന്റെ തൃപ്തിയില്ലാതെ എനിക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? പറ മനുഷ്യന്മാരെ, രക്ഷപ്പെടാൻ പറ്റുമോ?
രക്ഷപ്പെടാൻ പറ്റുമോ? അള്ളാന്റെ തൃപ്തി ഇല്ലാതെ ആരെങ്കിലും രക്ഷപ്പെടുവോ? അള്ളാന്റെ സഹായം ഇല്ലാതെ ആരെങ്കിലും രക്ഷപ്പെടുവോ? അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിയും പടച്ച റബ്ബിന്റെ സഹായവും ആദ്യം തന്നെ നിന്റെ ബിസിനസിന് ഇറങ്ങുമ്പോ തന്നെ അത് നീ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ട് ഇറങ്ങാവൂ, എങ്കിലേ രക്ഷപ്പെടൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. പൊന്നാര ചങ്ങാതി വീട് വെക്കുന്നല്ലോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട് പണി എല്ലാവരും വരുന്ന ഏരിയയിലൊക്കെ ഓരോ കൊട്ടാരങ്ങളായിരിക്കണം. വലിയ വലിയ കൊട്ടാരങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന മതിലിനും ഗേറ്റിനും തന്നെ ലക്ഷങ്ങൾ വേണം. ആ പൈസ മതി ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ. നിന്റെ വീടിന്റെ മതിൽ കെട്ടിയിരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിലെ 10 കുട്ടികൾക്ക് ഒരു കൊല്ലം ജീവിക്കാൻ സുഖമായിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വ്യക്തമായി കേൾക്കണം. മഹാനായ റസൂലുള്ളാഹി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു ഇദാ അറാദല്ലാഹു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ അല്ലാഹു ഒരു ശർറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരാളെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു അവനെ കള്ളുകുടിയനാക്കുമെന്നല്ല പറഞ്ഞേ, വ്യഭിചാരിയാക്കൂന്നല്ല പറഞ്ഞേ, പലിശക്കെന്നവനാക്കൂന്നല്ല പറഞ്ഞേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരാളെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ 2 കാര്യങ്ങളിൽ ആഗ്രഹം കൊടുക്കും. 2 കാര്യങ്ങളിൽ, ഒന്ന് മണ്ണിലും കല്ലിലും. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും, അവൻ മുടിഞ്ഞു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ, ചിലരക്കങ്ങിട്ട് വീട് വെക്കാൻ ഇറങ്ങിയാൽ തന്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാക്കിയത് മുഴുവനും വീട് വെക്കാൻ ചെലവാക്കും. എന്നിട്ട് വീട് പണി തീരുന്നുണ്ടോ? നടക്കാൻ കടം പേടിക്കാൻ. അവസാനം കടം പേടിച്ച് പിന്നെ പറയണ ഇങ്ങോട്ട് കയറണ്ട, അത് കാണുമ്പോ തന്നെ ഓടുക. കടം പിന്നെ ചോദിക്കാൻ നാണക്കേട്. പിന്നെ പോയി ലോൺ എടുത്തിട്ട് വീട് പണിതു, എന്നിട്ടും തീരുന്നില്ല. അവസാനം ജപ്തി നോട്ടീസ് വന്നു. ആ വീട് വരെ വിറ്റ് എത്തിക്കാനേലായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരുണ്ട്. ഈ കൊട്ടാരങ്ങൾ പണിതവർ ആവശ്യത്തിൽ കൂടുതൽ വീട് പണിയുന്നവർ. ആവശ്യത്തിനൊരു വീടുണ്ട്, മാന്യമായിട്ടൊരു വീട്. നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ വീട്ടിൽ വരുന്നവർക്കും താമസിക്കാനുള്ള വീട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കിട്ടുക ആർക്ക് വേണ്ടി? സ്വന്തം പെണ്ണുമ്പുള്ള പോലും ഒന്ന് തൂക്കാൻ പോലും കയറത്തില്ല നിന്റെ 2ാം നിലയിൽ. 3ഉം 4ഉം റൂമുകൾ കെട്ടി. എത്ര അടുക്കള? 3 അടുക്കള. ഒന്ന് അരിച്ചിക്ക്. ഒരു വീട്ടിലാകെ 3 ബെഡ്റൂമാ ഉള്ളത്. ഇന്നത്തെ കൊട്ടാരങ്ങളിൽ കയറിയ 3 അടുക്കള. നിങ്ങൾ ആലോചിച്ചു നോക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ, ഈ വീട് വെക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ വീട് വെക്കുന്നതിന് മുമ്പ് പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക പോകണം. പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക പോയിട്ട് ചോദിക്കണം, ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടതെന്ന്. ഒരു വീട് വെക്കുമ്പോൾ ആ വീടിന്റെ അകത്ത് എന്തൊക്കെ വേണം. അതങ്ങനല്ല, വീടൊക്കെ പണിതതിന് ശേഷം ഉദ്ഘാടനത്തിന് ഏതെങ്കിലും ഉസ്താദന്മാരോ തങ്ങളോ വരും. ഒരിക്കൽ ഇങ്ങനെ കയറി വന്നിട്ട് പറയും, ഇതിവിടെ പോലെ ഇടിച്ചേക്കണം കേട്ടോ. അപ്പോഴിടിക്കാൻ നിൽക്കുക. കുറെ കാലം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയാ, ഉസ്താദെ കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നു, ഒന്ന് നോക്കൂ. സുബ്ഹാനല്ലാഹ്, കന്നിമൂലയ്ക്കല്ലടാ, നിന്റെ തലയ്ക്ക് ബോധം ഇല്ലാതെ പോയത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓരോന്ന് വീട് കെട്ടുമ്പോ കന്നിമൂല, കക്കൂസ് അവിടെ വരാൻ പാടില്ല, അടുക്കള ഇവിടെ വരാൻ പാടില്ല, ബാത്റൂം ഇവിടെ വരാൻ പാടില്ല. പിന്നെ നിനക്ക് 10ഉം 15ഉം സെന്റ് ഉള്ളത് കൊണ്ടല്ലേ 2 സെന്റ് അല്ലാഹ് നിനക്ക് തന്നുള്ളെങ്കിൽ നീ ഇതൊക്കെ എവിടെ നോക്കിയേനെ? 2 സെന്റ് നിനക്ക് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവന്റെ കന്നിമൂല എവിടെ ആയിരിക്കും? ഒന്ന് പറഞ്ഞങ്ങാതിമാരെ, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുടെ കന്നിമൂലയും അവന്റെ അവിടെ അടുക്കള പാടില്ല. വീട്ടുകാരൻ തന്നെ മരിച്ചു പോകും അടുക്കള അവിടെ വന്ന. ഇത് ഏത് കിതാബിലുണ്ട് എന്ന് പറഞ്ഞ? വാതിൽ ഇവിടെ പാടുണ്ട്, ഇവിടെ പാടില്ല. ഇതൊക്കെ എവിടെ നിന്ന് വന്നു ചങ്ങാതി? എന്റെ പ്രിയപ്പെട്ട, എന്നാ നിന്റെ വീടിന്റെ അകത്ത് ചെയ്യേണ്ടത് നീ ചെയ്തിട്ടുണ്ടോ? ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. സ്വന്തം വീടിന്റെ അകത്ത് കിബില അറിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കിക്ക. സ്വന്തം വീടിന്റെ അകത്ത് കിബില. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ വീടിന് കിബില നോക്കിയതാരാ? നിങ്ങളുടെ വീടിന്റെ കിബില നോക്കിയതാരാ? ഈ സാധനമാണ് എന്റെ വീട്ടിലെ കിബില നോക്കി. ഇതങ്ങോട്ട് വെച്ചിട്ട് കുത്തി അങ്ങോട്ട് വെച്ചിട്ട് ഇതാണ് കിബില. അത്രയും വിശ്വാസം നിനക്കിതിന്. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. ഇതിനകത്ത് ലൊക്കേഷൻ മാപ്പടിക്കത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതിനകത്തൊരു ലൊക്കേഷൻ ഉണ്ട്. ഇതങ്ങോട്ട് അടിച്ചിട്ട് വണ്ടിക്കകത്ത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പോകും. ചില സമയങ്ങളിൽ ഇത് അടിച്ചിട്ട് പോയാ പടച്ചോനെ നിന്നെ പെരുവഴി കൊണ്ട് നിർത്തിയിട്ട് പറയും, ഇതാ സ്ഥലമെന്ന്. ആടിനെ പട്ടിയാക്കണ പോലെ ഇത് പടി.
നീ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ചിലപ്പോ നീ മൊബൈൽ എടുത്ത് ഇവിടെ നിന്നിട്ട് അടിക്കുക, പഠിച്ചവൻ എന്തെങ്കിലും ഒരു സ്ഥലം അടിച്ചിട്ട് പോയി നോക്കിക്കേ. ഇല്ല പൊട്ടനിൽ ഒട്ടി അടിക്കണ പോലെ, മാവിൽ മാങ്ങ എറിഞ്ഞാൽ വീഴുന്ന പോലെ ചിലപ്പോൾ കറക്റ്റ് കൊണ്ടു നിർത്തും, ചിലപ്പോഴോ കൊണ്ടുപോയി എവിടെങ്കിലും നിർത്തിയിട്ട് പറയും ഇതാ നീ അടിച്ച സ്ഥലമെന്ന്. നീ കണ്ണും തുറന്നു നോക്കുക, അല്ല എന്റെ വീടില്ലല്ലോ നാടില്ലല്ലോ. ഇതാ അവസ്ഥ, ഇതാ മൊബൈലിന്റെ അവസ്ഥ. ഞാൻ മൊബൈലിനെ കുറ്റം പറഞ്ഞൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കിബിലയുടെ നേരെ തുപ്പാൻ പാടുണ്ടോ? കിബിലയുടെ നേരെ തുപ്പാൻ പാടുണ്ടോ? ആരെങ്കിലും കിബിലയുടെ നേരെ തുപ്പിയാൽ നാളെ പരലോകത്ത് വരുമ്പോ ആ തുപ്പല് മുഴുവനും അവന്റെ 2 കണ്ണുകൾക്കിടയിൽ ചുമന്നുകൊണ്ട് വൃത്തികെട്ടവനെ പോലെ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിബിലയുടെ നേരെ നിന്ന് മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? പറ, മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? എതിരെ ഇരിക്കാൻ പാടുണ്ടോ? പറ ചങ്ങാതി. കിബിലയുടെ നേരെ ഇരുന്നും എതിരെ ഇരുന്നും മലമൂത്ര വിസർജനം നടത്താൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. നിന്റെ വീട്ടിലെ ക്ലോസറ്റ് ഇരിക്കുന്ന എങ്ങോട്ടാ പോയി നോക്ക്. എടാ, കിബിലയുടെ നേരെ തുപ്പാൻ പോലും പാടില്ല. എന്നാ നിന്റെ ബാത്റൂമിലെ ക്ലോസറ്റ് ഇരിക്കുന്ന എങ്ങോട്ടാ? ഞാൻ ഇവിടെ ഈ അടുത്തൊരു വീട്ടിൽ വഴുത് പറയാൻ പോയി. വഴുതിന് വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. അല്ലാഹുവേ, ചെന്ന ഉടനെ മഗ്രിബ് നിസ്കരിച്ചില്ല, ഓടി ചെന്നിട്ട് ഒന്നുവെടുത്തു, ബാത്റൂമിലൊക്കെ കയറി മൂത്രമൊക്കെ ഒഴിച്ചു ഒന്നുവെടുത്തിട്ട് ഞാൻ ചോദിച്ചു, കാക്ക കിബില എങ്ങോട്ടാ? കൊണ്ടുവന്ന് മുസല്ല ഇട്ട് തന്നു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എന്റെ മുന്നിൽ ക്ലോസറ്റ് ഇരിക്കാം. ഞാൻ നിക്കണ അതേ രീതിയിൽ ഞാൻ ചിന്തിച്ചു, അല്ല ഞാൻ എങ്ങോട്ടാ നിസ്കരിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞാൽ എങ്ങോട്ടാ നിസ്കരിക്കണ്ടേ? ചിരിക്കാൻ നീയൊക്കെ വീട്ടിൽ പോയിട്ട് നോക്ക്. ഇതെന്ന് വരെ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് കളിയായി പോയ അല്ലാഹുവിന്റെ ഭവനം, പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് നീ മൂത്രമൊഴിക്കണേ. എങ്ങനെയാടാ ചങ്ങാതി ഇതിന്റെ വീടിന്റെ അകത്ത് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? എങ്ങനെ ബർക്കത്തുണ്ടാകും? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ആമീൻ പറയാത്ത? അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് പോയിട്ട് നോക്ക്, ഇടിവെട്ടിയത് പോലെ ഇരിക്കാതെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിബിലയുടെ നേരെ തുപ്പുന്നവൻ നാളെ പരലോകത്തിലെ നാണം കെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുപ്പുന്നവന്റെ അവസ്ഥ ാണെങ്കിൽ മൂത്രമൊഴിക്കുന്നവന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെയാ നോക്കേണ്ടത്. ഇതാ പറഞ്ഞത്, ഉസ്താദന്മാരോട് പോയി ചോദിക്ക്. ഉസ്താദന്മാരോട് പോയി, അറിവുള്ളവരോട് ചോദിക്ക്. നിന്റെ ഉപ്പാനോടും നിന്റെ ഉപ്പയോടും നിന്റെ ഉപ്പയുടെ സഹോദരങ്ങളോടും വീട്ടിലെ കാരണന്മാരോട് ചോദിക്ക്, എങ്ങനാ ഉപ്പ വീട് വെക്കണ്ടേന്ന്, എന്തിനാ മോനെ കെട്ടിയിട്ട് ഇടിക്കുന്നത്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാള് മൂന്നാമതായി ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയും വേണം, അള്ളാഹുവിന്റെ സഹായം ഉറപ്പിച്ചിട്ടെ എന്ത് കാര്യവും ചെയ്യാൻ ഇറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാന്റെ സഹായം കിട്ടാനുള്ളൊരു വഴി ഞാൻ പറയട്ടെ. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു. ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ ഒരു തെങ്ങ് വെച്ചിട്ട് ആദ്യമായിട്ട് അതിൽ നിന്നൊരു തേങ്ങ കിട്ടിയാൽ ആ തേങ്ങ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാറ്? പറ, വെട്ടിക്കുടിക്കോ? എടാ, നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചിട്ട് അതിൽ ആദ്യത്തെ തേങ്ങ 10 മുട്ട വെച്ചു വിരിഞ്ഞു, 1 കോടി എവിടെ കൊടുക്കും? പൊരിച്ചടിക്കും. എടാ, ഒരു ആദ്യത്തെ തേങ്ങ നീ എവിടെ കൊടുക്കുമായിരുന്നു? അല്ലാഹുവിന്റെ പള്ളി കൊടുക്കുമായിരുന്നു. ഇപ്പോഴോ വെട്ടി നമ്മൾ എന്നെ ബർക്കത്തിലടിക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ, 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോകുന്ന മക്കളെ നോക്ക്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ പള്ളി കാണുമ്പോ ഇറങ്ങിയിട്ട് വഞ്ചിപ്പെട്ടിക്കാത്ത ഒരു 5 രൂപ എന്തിന്? ജയിക്കാൻ വേണ്ടി. അത് വെറുതെയാണെന്ന് നീ കരുതിയോ? ദൂരെ യാത്ര പോകുന്നവർ പള്ളി കാണുമ്പോ ഒരു 10 രൂപ എന്തിന്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായവും തൃപ്തിയും കിട്ടാനുള്ള എളുപ്പവഴി, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും നീ ഒരു സദഖ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സദഖ കൊടുത്തിട്ട് വേണം നീ പോകാൻ. ആ സദഖയിൽ ഏറ്റവും നല്ലത് പാവപ്പെട്ടവരെ സഹായിക്കുക. ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ, യതീമികൾ, അള്ളാഹുവിന്റെ കോളേജുകൾ, സ്ഥാപനങ്ങൾ, ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നീ എന്തെങ്കിലും ഒന്ന് സദഖ കൊടുത്താ അല്ലാഹു നിന്നെ കൈവിടൂല, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാതെ കട തുടങ്ങി കച്ചവടം നടന്നു അവസാനം യതീംഖാനയിലായപ്പോ വന്നിട്ട് പറയുന്ന ഒരു മുത്തല്ലിമിനെ ഞാൻ ഏറ്റെടുത്തോളാം ദുആ ചെയ്യാൻ.
ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളിൽ പലരും ഇതൊന്നും ചെയ്യാറില്ല. ഏറ്റവും ഉദാഹരണം ഞാൻ ചോദിക്കാം. കല്യാണം നടത്താറുണ്ട് എല്ലാവരും വിവാഹം നടത്താറുണ്ട്. മകളുടെയും മകന്റെയും വിവാഹം. മോളെ കെട്ടിക്കാൻ സമയമായി, പെണ്ണൊക്കെ കണ്ടു കഴിഞ്ഞു, കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. ആഡിറ്റോറിയത്തിൽ പോയിട്ട് ചോദിച്ചു, ഒരു ദിവസത്തേക്ക് റെന്റിന് വേണം എത്ര? 50,000 രൂപ. ഓക്കെ, 45 തരുമോ എന്ന് ചോദിക്കത്തില്ല നീ അവിടെ പോയിട്ട് ചോദിക്കും. അവൻ ചോദിക്കുന്ന പൈസക്ക് തന്നെ വാങ്ങും. എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം വെക്കുന്നവനെ വിളിച്ചിട്ട് പറയും 1500 പേർക്ക് ഫുഡ് വേണം, എത്ര? 2 ലക്ഷം രൂപ. ഓക്കെ, സമ്മതിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യരെയും ക്യാമറാമാനെ വിളിക്കും, വീഡിയോക്കാരനെ വിളിക്കും, പന്തലിടുന്നവനെ വിളിക്കും, എല്ലാവരെയും വിളിച്ച് ചോദിക്കുന്ന കാശ് എല്ലാവർക്കും കൊടുക്കും. എന്നാൽ പള്ളിക്കകത്ത് വെച്ച് നിന്റെ നിക്കാഹ് നടക്കും. നിന്റെ മകളുടെ, നിന്റെ മകന്റെ നിക്കാഹ് പള്ളിക്കകത്ത് വെച്ച് നടക്കും. ആ നടക്കുന്ന സമയത്ത് നിന്റെ മകളുടെ നിക്കാഹിന് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത വ്യക്തിയാരാ? നിന്റെ മകളുടെ നിക്കാഹിന്, നിന്റെ മകന്റെ നിക്കാഹിന് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത ആളാ പള്ളിയിലെ ഖത്തീബ്. കയ്യിൽ പിടിച്ചിട്ട് പറയും, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജ്തുക വഅൻകഹതുക ബിന്തി ഫാത്തിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദന്മാർ ഇങ്ങനെ നിക്കാഹ് നടത്തും. എന്നിട്ട് ദുആ ചെയ്യും, അയ്യുഹൽ അറൂസാൻ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലുതുഫിൻ വആഫിയ. അല്ലാഹ് നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇവരുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഉസ്താദ് നെഞ്ചു പൊട്ടിയിട്ട് ദുആ ചെയ്യും. നീയോ നിന്റെ കുടുംബക്കാരനോ ചിലത് മൊബൈലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം. കല്യാണ പയ്യന് നല്ല ജീവിതം കിട്ടണേ എന്ന് ദുആ ചെയ്യുമ്പോ സ്വന്തം കൂടപ്പുറപ്പ് മൊബൈലും കൊണ്ട് പള്ളിക്കകത്ത് ഇങ്ങനെ നടക്കാം. അങ്ങനെ വേറെ ചിലത് ഇങ്ങനെ ഇരിക്കുക. കൈ പോലും നൂത്തു പിടിക്കാൻ ഒരു സമയമില്ല. ഓനെന്ന് കൈപിടിക്കാൻ പോലും സമയമില്ല. അവരിങ്ങനെ മടിയിൽ ഇങ്ങനെ തളർത്തിയിട്ടോണ്ടിരിക്കാം. എന്നാൽ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത് നെഞ്ചുപൊട്ടി ദുആ ചെയ്തത് പള്ളിയിലെ ഖത്തീബ. ഇറങ്ങുമ്പോ വാപ്പ എത്ര കൊടുക്കണം വാപ്പ? 500 1000. ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത ഉസ്താദിന് നക്കാപ്പിച്ച കൊടുത്തിട്ട് പോകും. 3 മാസം കഴിഞ്ഞിട്ട് വന്നിരിക്കുക, ഉസ്താദെ പ്രശ്നമാ ഉസ്താദെ, ഒന്ന് മസ്ലഹത്ത് ചെയ്തതാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3 മാസം കഴിയുമ്പോ നീ കോടികൾ ചെലവഴിച്ച് എല്ലാവർക്കും കൊടുത്തു. പക്ഷെ നല്ലത് ചെയ്യാതെ വന്നപ്പോ 3 മാസം കഴിഞ്ഞപ്പോ ആഡിറ്റോറിയത്തിൽ പോയോ? ക്യാമറാമാനെ വിളിച്ചോ? ഭക്ഷണം വെച്ചവരെ വിളിച്ചോ? ഇല്ല. പള്ളി വന്നു, ഉസ്താദെ ജീവിതം പ്രശ്നമാ ഉസ്താദെ, ഒന്ന് നേരെയാക്കും ഉസ്താദെ. അപ്പൊ ഉസ്താദിനെ വേണമില്ലേ? അപ്പൊ നിനക്ക് ഉസ്താദിനെ വേണമില്ലേ? എന്റെ പൊന്നാര ചങ്ങാതിമാരെ, അള്ളാഹുവിന്റെ സഹായം നീ ഉറപ്പിക്കണമെങ്കിൽ, നിനക്ക് റബ്ബ് സഹായം കിട്ടണമെങ്കിൽ, അള്ളാന്റെ തൃപ്തി നിനക്ക് വേണമെങ്കിൽ, നീ ഒരു സദഖ കൊടുത്തിട്ട് വേണം ഈ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. വീട് വെക്കുന്ന സമയത്ത് പള്ളിക്ക് ഒരു 5 പൈസ വഞ്ചിപ്പെട്ടി ഇട്ടവരൊന്ന് കൈവക്കിക്കേ. ഞാൻ തന്നെ പൊക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ആരും കൈവക്കണ്ട, കാരണം നാണം കെടാൻ വയ്യാത്തോണ്ട. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ആരെയും കൊച്ചാക്കിയതോ കളിയാക്കിയതോ അല്ല. നിങ്ങളുടെ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ 2 3 അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മൂന്നാമത്തെ കാര്യം, നിനക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യണോ, നിന്നെ രക്ഷപ്പെടുത്തണോ? വേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ സഹായം നീ ഉറപ്പിക്കണേ, അള്ളാഹുവിന്റെ തൃപ്തി നേടണേ. അതിനുള്ള എളുപ്പ വഴി എന്താ? അല്ലാഹുവേ, നീ പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടണേ, പാവപ്പെട്ടവരെ സഹായിക്കണേ. ഒരു സദഖ കൊടുക്കുമോനെ, അതിലൂടെ റബ്ബിന്റെ സഹായം നിനക്ക് വരികയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് വീട് വെച്ചിട്ട് സമാധാനമില്ലാതെ കണ്ണുനീര് കുടിക്കുന്ന ചെറുപ്പക്കാരാ, പെണ്ണ് കെട്ടിക്കെട്ടെന്റെ ഭർത്താവ് നിസ്കാരമില്ലാത്തവനായി പോയല്ലോ, കള്ളുകുടിയനാണല്ലോ, പെണ്ണ് പിടിയനാണല്ലോ, എന്റെ ജീവിതം തുലഞ്ഞു പോയെന്ന് കരയുന്ന പെങ്ങള്, ഒരു കച്ചവടം തുടങ്ങിയിട്ട് ലക്ഷങ്ങളുടെ നഷ്ടം വന്നപ്പോ സഹിക്കാൻ കഴിയാതെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ എന്നോർത്ത് ഇരുന്ന് കരയുന്ന കച്ചവടക്കാരാ, അന്ന് ചെയ്യാൻ പറ്റാത്തത് നിനക്ക് ഇന്ന് ചെയ്യാൻ കഴിയുമല്ലോ.
ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസും പഠിക്കുന്ന 100 മക്കൾക്ക് വേണ്ടിയാ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഓടേണ്ടവർക്ക് ഓടാ, കുനിഞ്ഞിരിക്കേണ്ടവർക്ക് കുനിഞ്ഞിരിക്കാ, സദഖ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാ. കൊടുത്തെന്ന് പറഞ്ഞ് നഷ്ടമില്ല, കൊടുത്തെന്ന് പറഞ്ഞ് നഷ്ടമില്ല. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലായാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. അതുകൊണ്ട് പടച്ചവരെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഇൽമ പഠിക്കുന്ന, അല്ലാഹുവിന്റെ മലക്കുകളെ ചിറകുതാക്കി ബഹുമാനിക്കുന്ന, ഈ വെള്ളത്തൊപ്പിയും ചുപ്പയും ഉടുപ്പും ധരിച്ചിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ, ആ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുമോ? സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാണ്. തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്, ഓരോ മനുഷ്യന്റെ തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്. ഈ മക്കള് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്തെങ്കിലും ഒരു സദഖ കൊടുത്താ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഉള്ളതിൽ പങ്ക് കൊടുത്തവനാണ് റബ്ബേ, നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പള്ളിയിലെ ഉസ്താദല്ല ദുആ ചെയ്യുന്നത്, സയ്യിദന്മാരല്ല ദുആ ചെയ്യുന്നത്, ഔലിയാക്കന്മാരല്ല ദുആ ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹ് ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കൈകെട്ടിയിരിക്കുന്നവന്, പോക്കറ്റിന്റെ അകത്ത് പൈസ വെച്ചിട്ട് ഉറക്കം നടിക്കുന്നവന് മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് കൊണ്ടായിട്ടും കൊടുക്കുന്നില്ല പടച്ചവര്, കയ്യിലിരുന്നിട്ടും കൊടുക്കുന്നില്ല പടച്ചവര്. ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാഹ്. ചെയ്താൽ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അല്ലാഹുവേ, നീ നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും നിന്റെ ബർക്കത്ത് എനിക്ക് വേണം. എനിക്ക് നീ നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും പടച്ചവനെ എനിക്ക് ബർക്കത്ത് വേണം, എനിക്ക് രക്ഷപ്പെടണം എന്ന ഒറ്റ നിയ്യത്തോടെ ഒരു നല്ല സദഖ എല്ലാവരും എടുക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 കാര്യം, എടുക്കുന്ന പൈസ എത്രയാണെന്ന് ആരും നോക്കരുത്. എടുക്കുന്ന പൈസ കൈ കിട്ടുന്ന അങ്ങ് എടുത്തേരെ. കാരണം നോക്കിക്കഴിഞ്ഞാൽ 10 ഒതുങ്ങിപ്പോകും. അതുകൊണ്ടാണ് പോക്കറ്റിൽ കൈയിടുക. എത്രയാണോ കിട്ടുന്നത് എടുക്കുക, ബക്കറ്റിൽ ഇടുക. ബക്കറ്റിന്റെ അകത്ത് ആരും കൈയിടരുത്, തിരിച്ചെടുക്കാൻ. ബക്കറ്റിന്റെ അകത്ത് അല്ലാഹ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് 90 വാരും, 10 അല്ലാഹ്ക്ക്, 90 നിനക്ക്. അത് പണിയല്ല, അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പോക്കറ്റിന്റെ അകത്ത് നിന്ന് എടുക്കുന്നത് ചെറുതോ വലുതോ നീ പോലും കാണണ്ട, എടുത്ത് ബക്കറ്റിന്റെ അകത്തിട്. അല്ലാഹു എല്ലാവിധ ശർറും മുസീബത്തുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഒന്ന് പെട്ടെന്ന് ബക്കറ്റ് കൊണ്ടുപോകുന്ന ആളാരാ? ബക്കറ്റ് നിങ്ങളാ പോണേ? ഒരാളെ ഉള്ളൂ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകുമാറാകട്ടെ. കാരണം ആദ്യം കൊടുക്കേണ്ടത് അവരല്ലേ. ചങ്ങാതി, നിങ്ങൾ 2 പേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 2 ഈ ബക്കറ്റ് കൊണ്ടുപോ. നിങ്ങൾക്ക് വീട് വെക്കാനാണോ പിരിവെടുക്കുന്നത്? മക്കളെ കെട്ടിക്കാനാണോ? അല്ല, ഈ മക്കൾക്ക് വേണ്ടിയാ. നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. ഓരോ മനുഷ്യന്റെ മുന്നിലും നിൽക്ക്. വയത് കഴിയുന്നത് വരെ സമയമുണ്ട്. പൈസ എടുത്തിടുന്നത് വരെ അവിടെ നിന്ന് സമാധാനത്തോടെ മേടിച്ചാൽ മതി. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൊക്കോ ബിസ്മില്ല. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചോനെ 10:30 ആവാറായല്ലോ. 10:30 ആകാറായി. ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പെട്ടെന്ന് നിർത്താം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം 3 അല്ലാഹുവിന്റെ സഹായം വാങ്ങണം.
4 അള്ളാന്റെ സഹായം കിട്ടിയ ഇനി അടുത്ത സഹായം ആരുടേതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായമില്ലാതെ പടച്ച റബ്ബേ മുത്തുനബിയുടെ തൃപ്തിയില്ലാതെ കച്ചവടം ചെയ്താൽ, നിന്റെ വീട് വെച്ചാൽ, നീ എന്ത് കാര്യം ചെയ്താലും അള്ളാന്റെ റസൂലിന്റെ സഹായമില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ മുത്തുനബിയുടെ സഹായം വേണം, അള്ളാന്റെ റസൂലിന്റെ സഹായം വേണം. മുത്തുനബിയുടെ സഹായം കിട്ടണമെങ്കിൽ എളുപ്പ വഴി എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ സഹായം കിട്ടണമെങ്കിൽ എളുപ്പ വഴി എന്തെന്നറിയുമോ? ആ മുത്തുനബിക്ക് അല്ലാഹു സമ്മാനമായി കൊടുത്ത ഒന്നുണ്ട്, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. മുത്തുനബിയുടെ കയ്യിൽ അല്ലാഹു കൊടുത്ത വിട്ട ഖുർആൻ ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സഹായം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി നിനക്ക് വേണോ? ഒരു യാസീനെങ്കിലും ഓതടാ ചെറുപ്പക്കാരാ. ഉസ്താദന്മാര് പടച്ചവനെ വീട്ടിൽ വരുമല്ലോ, കല്യാണ വീട്ടിൽ വന്നാലും യാസീനോതും, മരണ വീട്ടിൽ പോയാലും യാസീനോതും, പടച്ചവനെ മൗലിദിന് പോയാലും യാസീനോതും, പുതിയ വീട്ടിൽ താമസം കേറാൻ പോയാലും യാസീനോതും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാ മോനെ യാസീനോതുന്നത്? എന്തിനാണ് യാസീനോതുന്നത്? പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയാലും യാസീനല്ലേ ഓതുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വീടിന്റെ അകത്ത് സമയം കിട്ടുമ്പോ യാസീനോദണേ, കടക്കകത്ത് പോകുമ്പോ യാസീനോദണേ, വാഹനത്തിൽ കയറുമ്പോ യാസീനോദണേ. എന്തേ കാര്യമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ യാസീനോതുമ്പോ അവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണോ അല്ലാഹ് അത് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, യാസീൻ ഓതുന്ന സമയത്ത് നിന്റെ ആഗ്രഹം എന്താണ്? പടച്ചവനെ, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് വേണം തമ്പുരാന്, എന്റെ വീട്ടിൽ എനിക്ക് സമാധാനം വേണം തമ്പുരാന്, എന്റെ രോഗങ്ങൾ മാറണം തമ്പുരാന്, എന്റെ സർവ്വ പ്രയാസങ്ങളും മാറണം തമ്പുരാന്. യാസീൻ ഓതുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണോ നീ ഓതുന്നത്, അല്ലാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ, ഒന്ന്, ഒരാൾ യാസീൻ ഓതുമ്പോൾ മനസ്സിൽ എന്തിനു വേണ്ടി, എന്ത് കരുതിയിട്ടാണോ ഓതുന്നത് അത് അല്ലാഹു അവന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താണോ എന്തിനു വേണ്ടിയാ യാസീൻ ഓതുന്നത്, ആ നിയ്യത്തിനനുസരിച്ച് നിനക്ക് കിട്ടും. 2, ദുആ ചെയ്താ സ്വീകരിക്കും. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ സ്വീകരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, പള്ളിക്കാട്ടിൽ പോയി ഖബറിന്റെ ചാരത്ത് നിന്ന് ആരെങ്കിലും ബഖറ ഓതുവോ? ഖുർആനിൽ 114 സൂറത്തുണ്ട്, എല്ലാരും ഓതുന്നത് യാസീന. എന്തേ വേറെ സൂറത്ത് ഓതാത്തെ? എന്തിനാ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് യാസീൻ ഓതുന്നത്? എടാ പൊന്നാര ചങ്ങാതി, അവിടെ നിന്നുകൊണ്ട് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും 40 ദിവസം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനോട് 40 ദിവസം അല്ലാഹു കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വാപ്പ മണ്ണിനടി കിടക്ക, നീ അവിടെ നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം നീ യാസീൻ ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കരുണ കാണിക്കും. അതുകൊണ്ട് ആ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതാൻ പറഞ്ഞത്.